അവിടെയാണ് ആ കയമുള്ളത്. ഒന്ന് ഇറങ്ങി പോവോ? കേട്ടില്ല. നീ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം പൈതൽമലയിൻ്റെ അടുത്തുള്ള പൊട്ടംപ്ലാവിലാണ് ഉള്ളത്. കൂടെ അമലു, നാട്ടുകാരി അമലു ഉണ്ട്, മെക്രാണി എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന അനുഷയുണ്ട് കൂടെ. മെക്രാണിയാണ് പറഞ്ഞ പോലെ പറയാൻ മാത്രമേ എനിക്ക് തോന്നുള്ളൂ, അല്ലേ അനുഷ? പറയാനെങ്കിൽ പറയാൻ അങ്ങനെ. അപ്പം ഇവിടെയാണ് കുടിയാമലയാണ്. അപ്പം ഞങ്ങൾ രണ്ടിനെയും ഈ നാട്ടുകാരെ അമലു ക്ഷണിച്ച് വരുത്തിയേക്കാണ്. ഏതായിട്ട് സ്ഥലം? മറ്റേ ഇരുട്ടുകായം അല്ലേ? ഇരുട്ടുകായത്തിലോട്ടാണ് പോകുന്നത്. ബാക്കി വീഡിയോയിൽ ഏടക്കുണ്ടല്ലോ, അത് പിന്നെയല്ലേ നശിപ്പിക്കും, നിങ്ങൾ രണ്ടും നശിപ്പിക്കും. കാണാം. ഇത്ര ഇറങ്ങിയപ്പോഴത്തേക്കും അടുത്ത് കായം താഴെയല്ലേ, നമുക്ക് പോകണ്ട അങ്ങോട്ട്. അതിന്റെ ഇടയ്ക്ക് ഇനി അവളെ തൊപ്പിയും ചെറുതാക്കലേ. ഒന്ന് ഇറങ്ങി പോവോ? എന്റെ ദൈവം, ഏത് നേരത്താണോ ഈ കാട്ടുവാസികളുടെ കൂടെ ഇറങ്ങി പോയാൻ തോന്നിയെന്ന് പറഞ്ഞ അവസ്ഥയാ. അങ്ങ് താഴെയല്ലേ കായ, അവിടെ വരെ പോയിട്ട് വരാം. തെന്നടിച്ച് വീഴുവോ? ഞാൻ വല്ലതും പറഞ്ഞ ഒന്ന് ഇറങ്ങുവോ? ഇത്തിരി ഒറ്റത്തിൽ പറയുവോ? പുഴയാണോ ഇത്? ഇട്ടാ വട്ട തോട്. പറഞ്ഞോ. ഇതുപോലത്തെ മരങ്ങളും വള്ളികളും കൊണ്ട് ഫുൾ കവേർഡായിരുന്നു. വെട്ടം കേറൂലായിരുന്നു. കാട് ഇങ്ങനെ ആർച്ച് പോലെ. അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? അതിന്റെ ഉള്ളിൽ പുള്ളി ഇരുട്ടായിരുന്നു. അങ്ങനെ പോയി കുളിക്കുന്ന ജസ്റ്റ് എൻട്രൻസിന്റെ അവിടെ ഇപ്പൊ അതൊക്കെ കെട്ടി തെളിച്ച് ഇതേപോലെ തന്നെ ആക്കിയിട്ടു. ഈ സ്ഥലത്തിന്റെ പേരെന്നാ? ആലപ്പാട്ട് കുന്നേരി കായം. എന്ത്? ഓരോരുത്തർ പറമ്പിൽ കൂടെ വരുമ്പോ അവരുടെ കയമായി. അങ്ങനെ ഒരു ഗതികേട് അവർക്കുള്ളൂ. കളിക്കൂ. ഇതാണോ ട്രക്കിങ്? ഇതിനാ ട്രക്കിംഗ് എന്ന് വിളിക്കുന്നത്? അപ്പൊ തോടാന്ന് സമ്മതിച്ചു. സംഭവം നല്ല ഉഷാർ സ്ഥലമാണ്. ഇത് ഇരുട്ടുകയം എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറയുന്നത്. ഈ കാണുന്ന ഈ ഇതുണ്ടല്ലോ വെള്ളച്ചാട്ടം, ഈ വെള്ളച്ചാട്ടത്തിൽ എന്നുപരി ഈ ഒരു കാണുന്ന ഫുള്ള് ഇവിടെ ഫുള്ള് കാട് മൂടിയായിരുന്നു. ഒരു ഇരുട്ട് ഭാഗമായിരുന്നു ഇവിടെ മുഴുവൻ. അപ്പം അങ്ങനെ ഇവിടെ ഫുള്ള് ഇരുട്ടുകയം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു ചെറിയൊരു നമ്മുടെ നെഞ്ചോളം വരുന്ന ഒരു ആഴം ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത്. ഇതിന് തൊട്ട് താഴെയായിട്ടൊരു കയം കൂടെ ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കയമായിട്ട് വരുന്നത്. ഇരുട്ടുകയം എന്ന രീതിയിൽ ഇവിടെ പേര് വരാൻ കാരണം അതാണ്. ഇതാകും താവോട്ടും കൂടെ പോയി നോക്കാം. നല്ല ഉഷാർ സ്ഥലമാണ് ഇത്. കേട്ടില്ല. നീ ഓരോരുത്തർ വീട്ടുപേര് വെച്ചിട്ടുള്ള കായൊക്കെ ആദ്യമായിട്ട് ഈ ഒരു ഇത്രയും നല്ലൊരു സ്ഥലമാണെന്ന് ഞാനും അറിഞ്ഞില്ല. എന്ത് അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല സ്ഥലം കിട്ടിയിട്ട് നല്ല മഴ വരുമ്പോ ഇതിനകത്തൊക്കെ വെള്ളം കയറില്ലേ?
ആൾക്കാർ ഈ വെള്ളം നല്ലതല്ലേ? ഇവിടുന്ന് ആൾക്കാർ ചാടുമ്പോൾ പൈപ്പ് മാറ്റിയെടുക്കില്ലേ? കൃഷിപ്പണിക്ക് എടുക്കുന്നതാണോ അതോ വേറെ വല്ല? കൃഷിക്ക് നനയ്ക്കാനും കുളിക്കാനുള്ള വെള്ളം നിർത്തില്ല. അതാ ഈ ഒരു ഓലിയായിരിക്കില്ലേ സംഭവം എന്തായാലും ഉഷാറാവട്ടെ സ്ഥലം. ആ മുകളിലത്തെ വെള്ളച്ചാട്ടം നല്ലതായിരുന്നു. ഇപ്പൊ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം അവിടെയായിരുന്നു, അവിടെ നിന്നാണ് ഇത് വരുന്നത്. ഇത് തന്നെയാണ് ഈ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. ഇത് തന്നെയാണ് ഇവിടുന്ന് താഴോട്ട് പോകുന്നതാണ് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം വരുന്നത്. അപ്പം ഇവിടെ വന്നു കുളിക്കാൻ വേണ്ടി നോക്കി. ഞാൻ ഓർക്കപ്പുറത്ത് പെട്ടെന്ന് വന്നതായത് കൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഒരു തോർത്ത് ഞാൻ ഇവളോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചപ്പം അവൾ തോർത്ത് ഇനി എടുക്കണമെങ്കിൽ എങ്ങും മണ്ടയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എടുത്ത് തന്നില്ല. അതുകൊണ്ട് ഇവിടെ കുളിക്കലൊക്കെ നടന്നില്ല. ഇപ്പോൾ വീണ്ടും ഒരു ദിവസം ഇവിടെ വേണ്ടി വരണ്ട വരും ഇനിയിപ്പം. ഫ്രണ്ട്സിനെ കൂട്ടിയല്ലേ? എല്ലാത്തിനെയും വിളിക്കാം. എല്ലാവരും വിളിച്ചു, അതാണ് നല്ലത്. അവിടെ നിന്നാലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് കുളിക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ്. സ്ഥലം ഉഷാറാ. പോവാ, നീ ചാട്. ഈ പോകുന്നതിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ താഴെയുള്ള ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം. ഓ, നിങ്ങളൊക്കെ അലക്കുന്നതോട്. എന്തായാലും ഈ സ്ഥലം നല്ല ഉഷാർ സ്ഥലം കേട്ടോ. ഉഷാര സ്ഥലം തന്നെയാ. പക്ഷെ കുളിക്കാൻ പറ്റുന്നില്ലോ. സ്വന്തം നാട്ടുകാരിയാണ് ഇവള് പറഞ്ഞേ. എന്നിട്ടോ? ഓ വേണ്ട, നീ പോയി തോർത്തെടുത്ത് വരാന്ന് പറഞ്ഞല്ലേ. ഓ, നല്ല സ്ഥലമായിരുന്നു. അല്ല, ഇതിപ്പം പരിചയമില്ലാത്തവർക്ക് ചെറിയൊരു കയറ്റോ. പക്ഷെ നിനക്കിതൊന്നും വലിയ കയറ്റമായിരിക്കുമല്ലോ. അയ്യോ, നമ്മളിപ്പം ഇവിടുന്ന് വിടുകയാണ്. അടുത്തത് അമ്മലു നമ്മളെ വേറൊരു വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞേക്കുന്നത്. ഇല്ല അമ്മലു, നീ തന്നെ പറഞ്ഞേക്കുന്നത്. അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഫേമസ് വെള്ളച്ചാട്ടമാണോന്ന് എനിക്കറിയത്തില്ല. ഓ, ഏഴരക്കുണ്ടിലോട്ട് പോയി നോക്കാം. അവിടെ ഇത് തന്നെ ഇറങ്ങണ്ടെന്ന് പറയാനല്ലേ. എന്തായാലും ഈ ഒരു സ്ഥലം പൊട്ടംപ്ലാവ് ടൗണിൽ നിന്ന് അതങ്ങോട്ടുള്ള റോട്ടാടി. പൈതൽമല റോഡ്. പൊട്ടംപ്ലാവ് ടൗണിൽ നിന്ന് നേരെ കുരിശുംതൊട്ടി സൈഡിൽ കൂടെ വലത്തോട്ടുള്ള റോഡാണ്. അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് താഴെ കയത്തിന് വച്ചേക്കാം. അവിടെയാണ് ഈ സ്ഥലം. വലിയ കുണമൊന്നുമില്ല, എന്നാലും പോയി വരാം. അല്ല എൻജോയ്. കുളിക്കാൻ നേരത്താണെങ്കിൽ ഉഷാറായിരുന്നു. കുളിച്ചില്ലേ? നിങ്ങൾ സമ്മതിച്ചില്ല. ഇവിടെ തുണി കൊടുക്കാണ്ടൊന്നല്ല കുളിക്കുന്നത്. തുണി കൊടുത്ത് തന്നെയല്ല കുളിക്കുന്നത്. ഒരു തോർത്താൻ ഞാൻ ചോദിച്ചു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരാൻ ഇവർക്ക് മടി. കുഴപ്പമില്ല, ഏഴര കൊണ്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോ.